ചില ഫ്ലെക്സ് കാണുമ്പോഴില്ലേ ഈ ഫ്ലെക്സ് എന്തിനാണ് ഇവിടെ വെച്ചേക്കണേന്ന് നമുക്ക് തോന്നും. ചില ഫ്ലെക്സ് കാണുമ്പോൾ എന്താ ഇവർ മീൻ ചെയ്യണേന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സ് കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ച് ഇതെന്താ മീൻ ചെയ്യണേ എന്ന് ചോദിച്ചു. ആ ഫ്ലെക്സ് ഇതാണ്, നമ്മൾ മെട്രോയിലാണ് ഈ ഫ്ലെക്സ് കണ്ടത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇത് ഇങ്ങനെയാണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, പക്ഷേ അതേ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ വേറൊരു ഫ്ലെക്സ് കാണിച്ച് അതെന്താണെന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ അതിൻ്റെ കഥ മൊത്തം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരു ക്രോസ് ചാനൽ മാർക്കറ്റിങ്ങിനെയാണ് മീൻ ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഈ ഒരു പരസ്യം തന്നെ എടുക്കാം. ഓക്കെ, ഈ ഒരു ഫ്ലെക്സ് കാണിച്ചിട്ടാണ് ഞാൻ ഇവൻ്റെ അടുത്ത് എന്താണ് ഇതെന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ആഡ് ഇവൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ കണ്ടിട്ടുണ്ടാവും. IPL നടക്കുമ്പോൾ നല്ല രീതിക്ക് ഇവന്മാർ ഇട്ട് കറക്കിയ ഒരു ആഡാണ്. എല്ലാ സ്ഥലത്തും ഇവന് ഈ ഒരു ക്യാമ്പയിൻ എന്താണ്, ഈ ഒരു ആഡ് എന്താ മീൻ ചെയ്യണമെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഫ്ലെക്സിൽ ഇവൻ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ആ ഒരാളുടെ ആ ഒരു ലൈക്ക് അതൊരു വെറൈറ്റി പോസ് ആയിരിക്കുമല്ലോ, ആ ഒരു പോസ് കാണുമ്പോൾ തന്നെ ഇയാൾക്ക് ഇത് അറിയാൻ പറ്റും. ഈ ക്യാമ്പയിൻ എന്താ മീൻ ചെയ്യണേ, ആരാ ഇത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഇവനത് അറിയാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ഇവന് ഈ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ സർവീസ് റിലേറ്റഡ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് സ്ട്രൈക്ക് ആവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആസ് എ ബ്രാൻഡ് ഓണർ നിങ്ങളിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളൊരു ഓഫ്ലൈൻ ക്യാമ്പയിൻ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ സ്റ്റോറി വെർഷൻ ഓൺലൈനിൽ നടത്തണം. എന്നാലേ ഓഫ്ലൈൻ ചെയ്തിട്ട് കാര്യമുള്ളൂ.